പഞ്ചമൂർത്തികളിൽപ്പെട്ട ഒരു പ്രധാന ദേവതയാണ് ഉച്ചിട്ട. അടിയേരി മഠത്തിൽ ഉച്ചിട്ട ഭഗവതി എന്നും ഈ തെയ്യത്തിനു പേരുണ്ട്. മലയ സമുദായത്തിൽപ്പെട്ടവരാണ് ഉച്ചിട്ട ഭഗവതിയുടെ കോലം കെട്ടിയാടുന്നത്. പഞ്ചമൂർത്തികളിലും മന്ത്രമൂർത്തികളിലും പ്രമുഖയാണ് ഈ തെയ്യം. മാനുഷഭാവത്തിലും സ്ത്രീ ശബ്ദത്തിലുമാണ് ഈ തെയ്യത്തിൻ്റെ വാമൊഴികൾ എന്നതൊരു പ്രത്യേകതയാണ്. പ്രമുഖ മാന്ത്രിക ഇല്ലങ്ങളായ അടിയേരി, പുല്ലഞ്ചേരി, കാളകാട്, കാട്ടുമാടം, പൂന്തോട്ടം എന്നിവിടങ്ങളിൽ പ്രമുഖ സ്ഥാനമുള്ള ഉച്ചിട്ട ഭഗവതിയുടെ ആരൂഢസ്ഥാനം കണ്ണൂർ ജില്ലയിലെ അടിയേരി മഠമാണ്. ഇനി ഉച്ചിട്ട ഭഗവതിയുടെ ഐതിഹ്യത്തിലേക്ക് കടക്കാം. കൃഷ്ണന് പകരം കംസൻ കൊല്ലാനൊരുങ്ങിയ യോഗമായയാണ് ഉച്ചിട്ട. കംസന്റെ അന്തകൻ അടിയേരി മഠത്തിൽ പിറന്നുവെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ദേവി എന്നും ഐതിഹ്യമുണ്ട്. ഉച്ചത്തിൽ അട്ടഹസിച്ചതിനാൽ ഉച്ചിട്ടയായി എന്നും പറയപ്പെടുന്നു. അഗ്നിദേവന്റെ ജ്യോതിസിൽ നിന്നും അടർന്നു വീണ കനൽ ബ്രഹ്മദേവന്റെ ഇരിപ്പിടമായ താമരയിൽ ചെന്നു വീണ് അതിൽ നിന്നും ദിവ്യ തേജസ്സോടു കൂടിയ സുന്ദരിയായ ദേവി ഉണ്ടായെന്നും ആ ദേവിയെ ബ്രഹ്മാവ് അവിടെ നിന്ന് കാമദേവൻ വഴി പരമശിവന് സമർപ്പിച്ചുവെന്നും പിന്നീട് ഭൂമിദേവിയുടെ അപേക്ഷപ്രകാരം ദേവി ശിഷ്ടജന പരിപാലനാർത്ഥം ഭൂമിയിൽ വന്നു മാനുഷ്യരൂപത്തിൽ കുടിയിരുന്നുവെന്നുമാണ് ഒരു പുരാവൃത്തം. അഗ്നിപുത്രിയായതുകൊണ്ടാണ് തീയിലിരിക്കുകയും കിടക്കുകയും തീക്കനൽ വാരി കളിക്കുകയും ചെയ്യുന്നതെന്നും പറയപ്പെടുന്നു. തമാശക്കാരിയായ ഈ തെയ്യക്കോലം സ്ത്രീകൾ ഏറെ ഇഷ്ടപ്പെടുന്നൊരു ദേവിയാണ്. സുഖപ്രസവത്തിന് അനുഗ്രഹം നൽകുന്ന ഈ ദേവി പാർവതീദേവിയുടെ സങ്കല്പമായും കരുതപ്പെടുന്നു. ശിവപുത്രിയാണ് ഉച്ചിട്ട എന്നതാണ് മറ്റൊരൈതിഹ്യം. മന്ത്രവാദ പാരമ്പര്യമുള്ള ഇല്ലങ്ങളിലും ഗൃഹങ്ങളിലും വിശേഷാൽ കെട്ടിയാടിക്കുന്ന തെയ്യക്കോലമാണ് ഉച്ചിട്ട ഭഗവതി. ഇനി ഉച്ചിട്ട ഭഗവതിയുടെ ചില ദൃശ്യവിരുന്നുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. പ്രായത്തിൽ